നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ബട്ടർ മസാലയാണ്. ചപ്പാത്തി, പൂരി, ഭട്ടൂരയ്ക്കൊക്കെ പറ്റുന്ന ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 2 ഏത്തപ്പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് കനത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇത്രയും കനത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇത് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, സ്ലൈറ്റ് ഡിഫറൻസിൽ ഉണ്ടാക്കുന്നതെന്നുള്ളൂ. കുറച്ചും കൂടി ഈസി മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. അല്പം പഴുത്ത പഴമാണ് നല്ലത്, എന്നാൽ വല്ലാണ്ട് പഴം പഴുത്ത് പോകരുത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി ഒരു 2 നുള്ളു മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ്. ഒരല്പം കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ളുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചാൽ മതി. ഇനി നമുക്കൊരു 2 തക്കാളി ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു വിസിൽ വന്നാൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കുമ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഏത്തപ്പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വല്ലാണ്ട് മുരിഞ്ഞൊന്നും വരണ്ട, ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ സ്മെല്ലില്ലാത്ത ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്കത് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡ് ഒന്ന് വേവിച്ചെടുക്കാം. 2 പുറവും ഏതാണ്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ സെയിം പാനിൽ ബാക്കി മസാലയൊക്കെ ചേർക്കാം. ഞാൻ പക്ഷേ കുറച്ച് കുഴിവുള്ള പാനിലേക്ക് ഈ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള ഓയിലാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ബട്ടർ ചേർക്കുന്നുള്ളൂ. കുറച്ചും കൂടെ കൂടുതൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓയിൽ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓയിൽ ബാക്കിയുള്ള കാരണം അതിനകത്തേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നെയ്യ് ചേർത്താലും മതി. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ് അത് ചേർത്ത് കൊടുക്കാം. ബേ ലീഫ് ചേർത്ത് കൊടുത്താൽ നല്ല സ്മെല്ലും ടേസ്റ്റും ആയിരിക്കും കറിക്ക്. അപ്പോൾ 2 ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ഞാനൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് ആ ഓയിലിലേക്ക് 2 ബേ ലീഫ് ഇട്ടിട്ട് അല്പനേരം ഒന്ന് ചൂടാക്കുന്നുണ്ട്. ഇത് കുറച്ച് ചെറിയ കറുകലായത് കാരണം 2 ഇട്ട് കൊടുത്തത്. വലുതാണെങ്കിൽ 1 ചേർത്താൽ മതിയാവും. നല്ല ജീരകം ചേർത്തതിന് ശേഷം നമുക്ക് ബേ ലീഫ് ചേർത്താൽ മതി. ഞാൻ മറന്നുപോയത് കാരണമാണ് ഇപ്പോൾ ചേർക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ആ ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ വേവിച്ച് വെച്ച തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്താണത്. ഇതൊന്ന് വറ്റിക്കാനുണ്ട്. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെറുതായി ഒന്ന് വറ്റിച്ചതിന് ശേഷം നമുക്കിതിനാവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ചുകൂടി ഡാർക്ക് കളറ് നമ്മുടെ കറിക്ക് കിട്ടും മല്ലിപ്പൊടി ഒന്നും കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് കൂടെ ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിന് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, നമുക്ക് ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/4 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം. പാലിന് പകരം നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം.
പിന്നെ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് കുതിർത്തിട്ട് അരച്ച് ചേർത്താലും മതി കേട്ടോ. കറി ഒന്ന് തിക്കാക്കാൻ വേണ്ടിയാണ്, അതിൻ്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പാല് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതും കൂടെ നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ബനാനയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. പഴത്തിന് തന്നെ മധുരമുള്ള കാരണം കറിക്ക് ചെറിയൊരു മധുരം ഉണ്ടാകും. നമുക്ക് പഞ്ചസാര ചേർത്ത് ഇപ്പോൾ ബട്ടർ ചിക്കനിലൊക്കെ പഞ്ചസാര ചേർക്കുന്ന പോലെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി പാലിന് പകരം കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നതിൽ കുറച്ച് മധുരം കൂടുതലായിരിക്കും കേട്ടോ. ഇനി നമുക്കിതൊരു 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ബനാന ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.